കണ്ണൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലോഡ്ജ് മുറിയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. കണ്ണൂർ മാതമംഗലത്ത് കാനായി സ്വദേശ് അനീസ് 40 വയസ്സുള്ളവനാണ് പിടിയിലായത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയും അനീഷും സൗഹൃദത്തിലായിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. യുവതിക്കും മക്കൾക്കുമൊപ്പം ഇയാൾ കണ്ണൂർ പാറശ്ശേനിക്കടവിൽ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനിടെയാണ് പീഡനം നടന്നത്. ജൂൺ 4-നാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്. രണ്ടാമത്തെ കുട്ടിയെയാണ് അനീഷ് പീഡിപ്പിച്ചത്. ഇത് മൂത്ത കുട്ടി നേരിൽ കാണുകയും അമ്മയോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ നാണക്കേടാണെന്നും പുറത്ത് പറയേണ്ടെന്നുമാണ് അമ്മ മകളോട് പറഞ്ഞത്. പുലർച്ചെ 2 മണിയോടെയാണ് അനീഷ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത്. പീഡനം നടക്കുന്ന സമയത്ത് ഇളകുട്ടിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് പീഡനത്തിന് ഇരയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി തന്നെയാണ് വിവരം പുറത്തു പറഞ്ഞത്. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് സംശയം തോന്നിയ അധ്യാപിക കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുട്ടി വിവരങ്ങൾ തുറന്ന് പറയുകയായിരുന്നു. തുടർന്ന് കൗൺസിലിംഗ് നടത്തിയ ശേഷം ചൈൽഡ് ലൈനിൽ അധ്യാപകർ അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു. സംഭവം നടന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് ഇവിടേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെയാണ് മാതമംഗലത്ത് വെച്ച് അനീഷിനെ പിടികൂടിയത്. കേൾക്കണേ സംഭവത്തിൻ്റെ കടുപ്പ്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട കാമുകനുമായി അവർ ഒരു റൂമിൽ താമസം തുടങ്ങി. അങ്ങനെ പിന്നെ കൂടെ പെൺകുട്ടികളെയും കൊണ്ടാണ് ഇവർ താമസം തുടങ്ങിയത്. എങ്ങനെയായാലും നല്ല പെൺകുട്ടികൾ ഒരു 10 വയസ്സും 15 വയസ്സും 14 വയസ്സും ഇങ്ങനെയുള്ള ഈ പെൺകുട്ടികളെയും കൊണ്ട് പെണ്ണ് താമസം തുടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണ് അവളെ മടുത്തപ്പോൾ കാമുകിനെ മടുത്തപ്പോൾ പെൺകുട്ടികളതില്ലായി അവൻ്റെ കണ്ണ്. അപ്പോൾ അവനെന്ത് ചെയ്ത് ചാൻസ് കിട്ടിയപ്പോൾ മുതലാക്കുകയും ചെയ്ത് ഈ 14 വയസ്സായ പെൺകുട്ടിനാണ് ഓന് പീഡിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓന് ആ തള്ളനോടുള്ളത് സ്നേഹമല്ല, ഇവന് ഈ പെൺകുട്ടികളെയും കണ്ടിട്ടാണ് ശരിക്കും ഇവരെപ്പുറം റൂമിൽ താമസിക്കാൻ വന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ആ പെണ്ണുങ്ങൾക്കും ഉണ്ടായില്ല. ഈ പെൺകുട്ടികളെയും കൊണ്ട് ഒക്കെ ഇങ്ങനെ ഈ വേറെ ഏതോ ഒരുത്തൻ്റെ ഒപ്പം ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ വെച്ചാൽ ഈ പെണ്ണുങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ പെൺകുട്ടികളെ ഭാവിയല്ല അവിടെ പോകുന്നത്. ഈ പെൺകുട്ടിനെ അതിന് പീഡിപ്പിച്ച് എന്നിട്ട് ജനങ്ങൾ എല്ലാവരും പറഞ്ഞാൽ നാണക്കേടാന്ന് പറഞ്ഞപ്പോൾ മൂത്ത കുട്ടിയോട് പറയരുതെന്ന് വിലക്കി. അപ്പോൾ ഈ പെൺകുട്ടി ഈ കുട്ടിക്ക് ഈ പീഡിപ്പിച്ചത് കുട്ടീൻ്റെ മനസ്സാകെ തകർന്നു പോയി. ചെറിയ മക്കളല്ലേ. അപ്പോൾ ഇത് എല്ലാവരോടും പറയേണ്ടവരോടൊക്കെ അത് അറിയാതെ അതിൻ്റെ മുഖം വിളിച്ച് പറയുകയായി. അങ്ങനെ പറഞ്ഞ് നാടറിഞ്ഞ് ഇപ്പോൾ എന്തായി ഇങ്ങനെയായി. ഈ കുട്ടീൻ്റെ ഭാവിയും അവിടെ ഇതായി അവതാളത്തിലായി. നാണം കെട്ട് ഈ പെണ്ണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇങ്ങനത്തെമാരെ കൂടെയൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ സൗഹൃദത്തിലായി ഇറങ്ങിപ്പോകുമ്പോൾ ഒരുപാട് ചിന്തിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നിലാണ് പെട്ടുപോവുക. ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെൺകുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ ആവശ്യത്തിന് മാത്രമേ അവർ നിങ്ങൂ. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പുറത്തേക്ക് വലിച്ചെറിയൂ. ഇതാണിപ്പോൾ ഇവിടെയും സംഭവിച്ചത്. ഈ തള്ളനെ മതിയായപ്പോൾ മക്കളിലേക്ക് കണ്ണ് വന്നു, മക്കളെ നശിപ്പിക്കാൻ നോക്കി. ഇതാണ് അവന് മനസ്സിൽ കണ്ടാണ് ഇവളെ വയ്യേക്ക് റൂമെടുത്ത് താമസിക്കാൻ തന്നെ വന്നത്. അത് ശരിക്കും ഈ തള്ളക്ക് അത് മനസ്സിലായില്ല. എങ്ങനെയാലും തള്ളക്ക് പിന്നെ അവനെ വേണമെന്നുള്ളതിലാണ് തള്ള പിന്നെ ഒന്നും മിണ്ടണ്ട അതാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു നിന്നത്. തള്ളക്ക് തള്ളൻ്റെ ആവശ്യം കഴിയണം. അതിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ വലിയാടാക്കുക. ഈ കുട്ടി പിന്നെ സ്കൂളിൽ നിന്ന് അധ്യാപകരോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ ഇവരെ നശിപ്പിച്ചേ അടങ്ങിയായിരുന്നു. തള്ള അതിന് ഒന്നും മൗനസമ്മതം പോലെ തള്ള നിൽക്കുകയും ചെയ്യാനും അതല്ല തള്ള കാണിച്ചു കൂട്ടിയത്.